ശബരിമലയിൽ പുതിയ ദർശന രീതി നടപ്പിലാക്കുമ്പോൾ 20 മുതൽ 25 സെക്കൻഡ് വരെ അയ്യപ്പ ദർശനം സാധ്യമാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. മീനമാസ പൂജകൾക്കായി ഈ 14-ന് നട തുറക്കുമ്പോൾ പുതിയ രീതി പരീക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായുള്ള ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് 18-ാം പടി കയറി നേരിട്ട് ഭഗവാനെ തൊഴുക എന്നുള്ളത്. ഇപ്പോൾ അതിനുള്ള സംവിധാനമില്ല. ഇപ്പോൾ ഒരു മിനിറ്റിൽ 300-ൽ പരം ആളുകളാണ് കടന്നു പോകുന്നത്, ഭഗവാന്റെ മുന്നിൽ കൂടി കടന്നു പോകുന്നത്. അവർക്ക് 4-5 സെക്കൻഡ് മാത്രമാണ് ഭഗവാന്റെ ദർശനത്തിന് കിട്ടുന്നത്. മറിച്ച് നമ്മൾ 18-ാം പടിയിൽ കൂടി ബലിക്കല്ലിൻ്റെ ഇരുവശങ്ങളിലൂടി ഞങ്ങൾ ഒരു പുതിയ സംവിധാനം ഒരുക്കുകയാണ്. അങ്ങനെ അത് സക്സസ് ആയി വന്നാൽ ഒരു ഭക്തന് ഏതാണ്ട് 20 മുതൽ 25 സെക്കൻഡ് വരെ ഭഗവാനെ തൊഴുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ഈ മാസം നമ്മൾ ട്രയലായി നടത്തുകയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുകയാണ്. സുജു, ഓരോ തവണയും കൂടുതൽ ഭക്തർക്ക് സൗകര്യമൊരുക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പുതിയ ദർശന രീതി നടപ്പിലാക്കുമ്പോൾ 20 മുതൽ 25 സെക്കൻഡ് വരെ അയ്യപ്പ ദർശനം സാധ്യമാകുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്? സിജു, ഇക്കാര്യത്തിൽ പ്രധാനമായി തീർത്ഥാടകരെ സംബന്ധിച്ചോളം അവർക്ക് 18-ാം പടി ചവിട്ടി നേരെ അയ്യപ്പ ദർശനം നടത്താനുള്ള പുതിയ സൗകര്യമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഒരുക്കുന്നത്. മുമ്പ് 18-ാം പടി കയറിയ ശേഷം ഫ്ലൈ ഓവർ വഴി കറങ്ങിയാണ് അയ്യപ്പ ദർശനത്തിനായി തീർത്ഥാടകർ എത്തുന്നത്. ഇത് ആ മേഖലയിൽ തിരക്കും കൂട്ടുകയും മാത്രമല്ല തീർത്ഥാടകർക്ക് ഏതാണ്ട് 3-4 സെക്കൻഡ് മാത്രമാണ് അയ്യപ്പ ദർശനം നടത്താൻ സാധ്യമാകുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം തീർത്ഥാടകരാണ് ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിനായി എത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്ന് അത്രയും ദൂരെ നിന്ന് എത്തുന്ന തീർത്ഥാടകർക്ക് 18-ാം പടി ചവിട്ടി എത്തുമ്പോൾ അവർക്ക് 3-4 സെക്കൻഡ് മാത്രമാണ് നിലവിൽ ദർശനം നടത്താൻ സാധിക്കുന്നത്. ഇതിനൊരു പരിഹാരമായി ആ ദർശന സമയം കൂടുതൽ ലഭിക്കുമെന്നതാണ് ഏറ്റവും പ്രത്യേകത. അതിനായുള്ള ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ അതിന്റെ പണി, അതായത് 18-ാം പടി കയറിയ ശേഷം ബലിക്കൽ പുരയുടെ ഇരുവശങ്ങളായി തീർത്ഥാടകരെ തിരിച്ചുകൊണ്ടാണ് ഇതിലേക്ക് എത്തുന്നത്. അതിന്റെ പണി 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും. ഈ മാസം 14-നാണ് മീനമാസ പൂജയ്ക്കായി ശബരിമല നട തുറക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്തവണ തന്നെ ഇത് നടപ്പാക്കും. തുടർന്ന് വിജയിക്കുമെങ്കിൽ അത് ശബരിമല അടുത്ത സീസണിൽ ഇത്തരത്തിലായിരിക്കാം തീർത്ഥാടകർക്ക് ദർശനം നടത്താനുള്ള സൗകര്യം ഒരുങ്ങുക. ശരി, സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ പുതിയ ദർശന രീതി നടപ്പിലാക്കുമ്പോൾ 20 മുതൽ 25 സെക്കൻഡ് വരെ അയ്യപ്പ ദർശനം സാധ്യമാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു.